150-ലധികം വരുന്ന UAE-ലെ കലാകാരന്മാർ അണിനിരന്ന റിതം ചൈതന്യം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്ലാസിക്കൽ ഭരതനാട്യം പരിപാടി ശ്രദ്ധേയമായി. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി 8:15-നാണ് സമാപിച്ചത്. 12 ഗ്രൂപ്പുകളിലായി നടന്ന പരിപാടി മാക് മീഡിയ എന്റർടൈൻമെന്റാണ് സംഘടിപ്പിച്ചത്. യുബേൽ HD ആയിരുന്നു റിതം ചൈതന്യയുടെ മീഡിയ പാർട്ണർ. ദുബൈ നാദൽ ഷബയിലെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സിറ്റിയിലെ ശോഭ ഹാർട്ട്ലാൻഡ് സ്കൂളിലായിരുന്നു യഡ്യുഗം അവതരിപ്പിച്ച റിതം ചൈതന്യം അവതരിപ്പിച്ചത്. ദുബൈയിൽ ഈ വർഷം നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേജ് പരിപാടികളിലൊന്നുകൂടിയായിരുന്നു ഇത്. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 150-ലധികം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു പരിപാടി. 10 മുതൽ 15 വരെ കുട്ടികളാണ് ഓരോ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നത്. പ്രശസ്ത നർത്തകിയും നടിയുമായ സ്വർണലക്ഷ്മിയുടെ 1000-ലൊരുവൻ എന്ന ഭരതനാട്യവും അരങ്ങേറി. സ്വർണലക്ഷ്മി തന്നെ കൊറിയോഗ്രാഫിയും നിർമ്മാണവും നിർവഹിച്ച തമിഴ് ക്ലാസിക് തിരുക്കുറലിന്റെ നൃത്താവിഷ്കാരവും അരങ്ങേറി. സ്വർണലക്ഷ്മിയുടെ ചെന്നൈയിൽ നിന്നുള്ള ടീമും UAE-ലെ വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഡോക്ടർ രാജാറാം IAS ആയിരുന്നു പരിപാടിയുടെ ആവിഷ്കാരം നിർവഹിച്ചത്. ഇന്ത്യൻ കോൺസുലേറ്റിലെ എക്കണോമിക് ആൻഡ് കൊമേഴ്സ് കോൺസുൽ K. കാളിമുത്തുവാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയിൽ എഡിയുഗത്തിന്റെ പുതിയ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനും പുറത്തിറക്കി. എഡിയുഗം ബ്രാൻഡിന്റെ CMO ഷിബു ദിവാകറും പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. പാർട്ട്ണർമാർക്കും സ്പോൺസർമാർക്കും ഉപഹാരങ്ങളും സമ്മാനിച്ചു. ചാനൽ പാർട്ട്ണറായ UBL HD-ക്കായി ചെയർമാൻ ബിബി ജോൺ ഉപഹാരം ഏറ്റുവാങ്ങി. മാക് മീഡിയ സ്ഥാപകൻ മണികണ്ഠന് ആർട്ട് ആൻഡ് കൾച്ചറൽ മേഖലയിലെ പ്രവർത്തനത്തിന് 21ാം സെഞ്ച്വറി മില്ലേനിയം അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. UBL, ദുബൈ.